നിതാക്കാത്ത് ഇളവ് കാലാവധി അവസാനിച്ച ശേഷവും നാട്ടിൽ പോകാൻ സാധിക്കാത്ത 270ഓളം ഇന്ത്യക്കാരെ എംബസിയുടെ അഭയകേന്ദ്രത്തിൽ താമസിപ്പിച്ചിരുന്നു. ഇതിൽ പലർക്കും സൗദി അധികൃതർ എക്സിറ്റ് നൽകി. ബാക്കിയുള്ള 86 പേർ ഇപ്പോഴും ബത്തഹയിലെ അഭയകേന്ദ്രത്തിലാണുള്ളത്. സ്പോൺസറിൽ നിന്ന് മാറി ജോലി ചെയ്ത കുറ്റമുള്ളതിനാൽ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുന്നില്ല. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രൈവറ്റ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഇവർ വന്നത് ഒരു സ്പോൺസറുടെ കീഴിൽ വർക്ക് ചെയ്യാനാണ്. എന്നാൽ ആ സ്പോൺസറുടെ കീഴിൽ നിന്ന് മാറി വർക്ക് ചെയ്തതുകൊണ്ട് അവർക്ക് എക്സിറ്റ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവരെ നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾക്കായി സൗദിയിലെ വിവിധ മന്ത്രാലയങ്ങളെയും ഉദ്യോഗസ്ഥരെയും എംബസി അധികൃതർ സമീപിച്ചിരുന്നു. 10 വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്പോൺസറുമായി സംസാരിച്ച് കേസുകൾ പിൻവലിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് DCMന്റെ നേതൃത്വത്തിൽ എംബസി ഉദ്യോഗസ്ഥർ അഭയകേന്ദ്രം സന്ദർശിച്ചു. എംബസി ടിക്കറ്റ് നൽകുന്നില്ലെന്ന പ്രചരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ടിക്കറ്റ് ഇന്ന് വേണമെങ്കിൽ ഇന്ന് എല്ലാവർക്കും കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണ്. ടിക്കറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഒരാൾ പോലും പോകാതെ ഇരിക്കുന്നില്ല. എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുവാനായിട്ട് നമ്മൾ റെഡിയാണ്. സാമൂഹ്യ പ്രവർത്തകരായ ഷാജി ആലപ്പുഴ, സമീർ കുന്നുമ്മൽ, മൊയ്തീൻകുട്ടി തന്നല, മുനീബ് പാഴൂർ എന്നിവരും എംബസി ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ 1 റിയാദ്.